ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും മലയാളിയുടെ ഹൃദയം എപ്പോഴും തന്റെ നാടിനൊപ്പമാണ്. പ്രവാസികളായ മലയാളികളെ കേരളത്തിന്റെ വികസന പ്രക്രിയയിൽ നേരിട്ട് പങ്കാളികളാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ഉന്നതതല ജനാധിപത്യ വേദിയാണ് ലോക കേരള സഭ. എന്താണ് ലോക കേരള സഭ എന്ന് ലളിതമായി പറഞ്ഞാൽ, സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ കേരളീയരുടെയും ഒരു സംഗമ വേദിയാണ് ലോക കേരള സഭ. ഇത് പ്രവാസി കേരളീയർക്ക് അർഹമായ ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു. നമ്മുടെ നിയമസഭാ അംഗങ്ങൾക്കും പാർലമെന്റ് അംഗങ്ങൾക്കുമൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാസി പ്രതിനിധികളും തിരികെ എത്തിയ പ്രവാസികളും ഈ സഭയിൽ ഒത്തുചേരുന്നു. പ്രധാനമായും 3 ലക്ഷ്യങ്ങളാണ് ഈ സഭ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രവാസികളുടെ അറിവും വൈദഗ്ധ്യവും അനുഭവ സമ്പത്തും കേരളത്തിന്റെ പുരോഗതിക്കായി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഇതിൽ ആദ്യത്തേത്. അതോടൊപ്പം തന്നെ പ്രവാസികൾ നേരിടുന്ന നിയമപരവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ ഇടപെടലുകൾ നടത്തുക. പ്രവാസി മലയാളികളുടെ ആഗോള സഹകരണവും കൂട്ടായ്മയും ഉറപ്പാക്കാനും പ്രവാസികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി അന്തർദേശീയ നിലവാരത്തിലുള്ള പൊതുവേദി രൂപീകരിക്കുക എന്നിവയാണ് സഭയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പ്രവാസികൾക്കും നാടിനും ഒരുപോലെ ഗുണകരമാണ് ഈ ആശയം. പ്രവാസികളുടെ ക്ഷേമം, സാമ്പത്തിക പുനരധിവാസം, നിക്ഷേപ സാധ്യതകൾ, സാമൂഹ്യ സുരക്ഷ, റിക്രൂട്ട്മെന്റ് തുടങ്ങിയ നയപരമായ എല്ലാ വിഷയങ്ങളിലും അഭിപ്രായ രൂപീകരണം നടത്തുവാൻ സഭയിൽ അവസരമുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ പലതും പദ്ധതികളായും നയങ്ങളായും മാറുന്നു എന്നത് ഓരോ പ്രവാസിക്കുമുള്ള അംഗീകാരമാണ്. പ്രവാസ ലോകത്തെ പുതിയ മാറ്റങ്ങളും സാങ്കേതിക വിദ്യകളും നാട്ടിലെ തൊഴിൽ മേഖലകളിൽ നടപ്പിലാക്കാനും ഇത് വലിയ രീതിയിൽ വഴിയൊരുക്കുന്നു. അകം കേരളവുമായി പൊക്കിൾക്കൊടി ബന്ധം സൂക്ഷിക്കുന്ന ഓരോ പ്രവാസിക്കും കേരളത്തിന്റെ നയരൂപീകരണത്തിൽ നേരിട്ട് അഭിപ്രായം പറയുവാൻ സാധിക്കുന്ന സമാനതകളില്ലാത്ത വേദിയാണ് ലോക കേരള സഭ. ലോക മലയാളികളുടെ ഈ ഹൃദ്യമായ ഒത്തുചേരൽ നവകേരള നിർമ്മിതിയിലെ കരുത്തുറ്റ അധ്യായമായി നിലകൊള്ളും എന്നത് തീർച്ച.